മാസം 1-ാം തീയതി സാലറി വരുമ്പോൾ നമ്മൾ എല്ലാവരും രാജാക്കന്മാരാണ്. പക്ഷേ 10-ാം തീയതി ആകുമ്പോഴേക്കും ഈ കിട്ടിയ പൈസയൊക്കെ എവിടെ പോയി എന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? വീടിന്റെ വാടക, ഇലക്ട്രിസിറ്റി ബില്ല്, ലോണിന്റെ EMI, പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ ചിലവുകൾ. ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അവസാനം സേവിങ്സ് എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടാവില്ല ബാക്കി. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. പ്രോപ്പർ ആയിട്ടൊരു മണി മാനേജ്മെന്റ് ഇല്ലാത്ത ഭൂരിഭാഗം ആളുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പേഴ്സണൽ ഫൈനാൻസിനെ പറ്റിയിട്ടാണ്. എന്താണ് പേഴ്സണൽ ഫൈനാൻസ്? ഇത് എങ്ങനെയാണ് നമ്മളുടെ ലൈഫിനെ ബാധിക്കുന്നത്? ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും? എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ പേഴ്സണൽ ഫൈനാൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പല ആൾക്കാരും വിചാരിക്കുന്നത് ഇത് വലിയ ബിസിനസ്സുകാർക്കും നല്ലപോലെ കണക്കും മറ്റും അറിയുന്നവർക്കും മാത്രമുള്ള ഒരു കാര്യമാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. നിങ്ങൾ കടയിൽ പോയി ഒരു ചെറിയ മിഠായി വാങ്ങുന്നത് മുതൽ ലക്ഷങ്ങൾ മുടക്കി വലിയ വീട് പണിയുന്നത് വരെ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും പേഴ്സണൽ ഫൈനാൻസിന്റെ ഭാഗമാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വരുന്ന ഒരു രൂപ പോലും എവിടെ, എപ്പോ, എങ്ങനെ, എന്തിനു വേണ്ടി ചെലവാക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ഈ പേഴ്സണൽ ഫൈനാൻസ്. ഇതിനെ ഞാൻ 5 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ഓരോന്നുമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ഇൻകം അഥവാ വരുമാനം എന്ന് പറയാം. നമുക്ക് കിട്ടുന്ന പൈസയുടെ സോഴ്സ് ആണിത്. നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ മേജർ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻകം തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരൊറ്റ ഇൻകത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കരുത്. കിട്ടുന്ന ശമ്പളത്തിന് പുറമെ ഒരു പാസീവ് ഇൻകം എങ്ങനെ ബിൽഡ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതും ഈ പേഴ്സണൽ ഫൈനാൻസിന്റെ ഭാഗം തന്നെയാണ്. രണ്ടാമത്തേത് അത് നിങ്ങളുടെ സ്പെൻഡിങ് ആണ്, ചിലവുകളാണ്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ചിലവുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് ഫിക്സഡ് എക്സ്പെൻസസ് ആണ്, മറ്റൊന്ന് വാരിയബിൾ എക്സ്പെൻസസ് ആണ്. വീടിന്റെ വാടക, കറണ്ട് ബില്ല് പോലെ ഒഴിവാക്കാൻ പറ്റാത്ത എക്സ്പെൻസുകളെയാണ് ഫിക്സഡ് എക്സ്പെൻസ് എന്ന രീതിയിൽ പറയുന്നത്. എന്നാൽ പുറത്തുനിന്നുള്ള ഭക്ഷണം, പുതിയ പുതിയ ട്രെൻഡിങ് ഡ്രസ്സുകൾ, ഇവയൊക്കെ വാരിയബിൾ എക്സ്പെൻസ് എന്ന രീതിയിൽ പറയാം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പൈസ ചോർന്നു പോകുന്നത് ഈ വാരിയബിൾ എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്റെ കയ്യിൽ പൈസ ഉണ്ട്, എന്നാൽ ഞാനിത് വാങ്ങിക്കാം എന്ന് ചിന്തിക്കാതെ ഇത് വാങ്ങാൻ എനിക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് കഴിയുമോ എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ ആക്ച്വൽ വിജയം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സേവിങ്സ് ആണ്. നിങ്ങൾക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ ചെലവുകളെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്തോ അതാണ് സേവിങ്സ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ആദ്യം സേവിങ്സ് മാറ്റി വെക്കുകയും ബാക്കി വരുന്നതിനെ സ്പെൻഡ് ചെയ്യുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഈ പൈസ വെറുതെ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ വെക്കുന്നത് മാത്രമല്ല സേവിങ്സ് എന്ന് പറയുന്നത്. അത് കൃത്യമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കണം. നാലാമത്തേത് ഇൻവെസ്റ്റിംഗ് ആണ്. ഇവിടെയാണ് നിങ്ങളുടെ പൈസയ്ക്ക് ആക്ച്വൽ മാജിക് സംഭവിക്കുന്നത്. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 100 രൂപ നിങ്ങൾ നിങ്ങളുടെ അലമാരയിൽ വെച്ച് 10 വർഷം കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോഴും അത് 100ന്റെ നോട്ട് തന്നെയായിരിക്കും. പക്ഷേ അതിന്റെ വാല്യൂ അവിടെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന്റെ കാരണം ഇൻഫ്ലേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ ഇൻഫ്ലേഷനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസയ്ക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റണം. അതിനുവേണ്ടി മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് പോലുള്ള ഗ്രോത്ത് തരുന്ന അസറ്റുകളിലേക്ക് ഇന്റലിജന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന അവസ്ഥയാണിത്. അഞ്ചാമത്തേത് പ്രൊട്ടക്ഷൻ ആണ്. ഭൂരിഭാഗം ആൾക്കാർ മറന്നു പോകുന്നൊരു ഭാഗമാണിത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഒരുപാട് പൈസ ഉണ്ടാക്കി, നല്ല രീതിയിൽ സമ്പാദിച്ചു, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരികയോ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ചെയ്താൽ വർഷങ്ങളോളം നിങ്ങൾ സേവ് ചെയ്തു വെച്ച പൈസ ഒരൊറ്റ ദിവസം കൊണ്ട് അവിടെ ഇല്ലാതായി പോകും. ഇത് തടയാനാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ ലൈഫിന്റെ അൺസർട്ടൈനിറ്റീസിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ്. നമുക്കൊരു റിയൽ എക്സാമ്പിൾ നോക്കാം. രാഹുലും അജുവും ഒരേ കമ്പനിയിൽ ഒരേ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. 2 പേർക്കും കിട്ടുന്നത് ഒരേ സാലറിയാണ്. രാഹുലിന് 50,000 രൂപ സാലറി കിട്ടിയാൽ അന്ന് തന്നെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിലായിരിക്കും ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടാവുക. വില കൂടിയ സാധനങ്ങൾ EMIയിൽ വാങ്ങാൻ തുടങ്ങും. ഇനിയിപ്പോൾ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ക്രെഡിറ്റ് കാർഡ് വെച്ചുകൊണ്ട് ഷോപ്പിങ്ങും ചെയ്യും. ലൈഫ് ഒന്നേ ഉള്ളൂ, അത് എൻജോയ് ചെയ്യണം എന്നാണ് രാഹുലിന്റെ പോളിസി. പക്ഷേ മാസം പകുതി ആകുമ്പോഴേക്കും രാഹുലിന് ടെൻഷൻ തുടങ്ങും. അടുത്ത മാസം സാലറി കിട്ടുന്നവരെ കടത്തിൽ നിന്ന് കടത്തിലേക്കായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എന്നാൽ അജുവിന് സാലറി കിട്ടുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. ഏകദേശം 10,000 രൂപ ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി ആദ്യം തന്നെ മാറ്റിവെക്കും. 25,000 രൂപയോളം വീട്ടു ചെലവിനും മറ്റുമായിട്ട് മാറ്റിവെക്കും. ബാലൻസ് വരുന്ന എമൗണ്ട് മാത്രമേ അജുവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാറുള്ളൂ. അജുവിനൊരു ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഒരു EMIയിൽ എടുക്കാതെ
അതിന് വേണ്ടി വരുന്ന പൈസ ആദ്യം തന്നെ സേവ് ചെയ്ത് മാറ്റി വെക്കും. എന്നിട്ട് മാത്രമേ അങ്ങനെ ഫോൺ പോലും വാങ്ങിക്കുന്നുള്ളൂ. 5 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും നല്ല പോലെ ശമ്പളം കൂട്ടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഇപ്പോഴും പഴയ പോലെ തന്നെ പൈസയ്ക്ക് വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുലിന്റെ കയ്യിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ടെങ്കിലും ബാങ്ക് ബാലൻസ് ഇപ്പോഴും 0 തന്നെയാണ്. അടച്ചു തീരാത്ത ഒരുപാട് കടങ്ങളും ബാക്കിയാണ്. എന്നാൽ അജുവിന്റെ സാലറിയിൽ നിന്ന് മാറ്റിവെക്കുന്ന എമൗണ്ട് ഇന്നൊരു വലിയ കോർപ്പസ് ആയിട്ട് മാറി കഴിഞ്ഞു. സ്വന്തമായിട്ടൊരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇപ്പോൾ അജുവിന് ഡൗൺ പേയ്മെന്റ് വരെ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ പെട്ടെന്ന് ജോലി ഇല്ലാതായാലും അടുത്ത 1 വർഷം സമാധാനമായി ജീവിക്കാനുള്ള പൈസയും അജുവിന്റെ കയ്യിലുണ്ട്. ഇതാണ് ആക്ച്വലി പേഴ്സണൽ ഫൈനാൻസ്. ഇത് പണത്തെക്കുറിച്ച് മാത്രമുള്ളതല്ല, മറിച്ച് നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ തീരുമാനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഡിസിപ്ലിനെ കുറിച്ചും കൂടിയുള്ളതാണ്. രാഹുലിനെ പോലെ ഇന്ന് മാത്രം ജീവിക്കണോ, അതോ അജുവിനെ പോലെ സുരക്ഷിതമായൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. പലരും പണം സന്തോഷം നൽകില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു പരിധി വരെ അത് കുറച്ചൊക്കെ ശരിയാണ്. എന്നാൽ കയ്യിലൊന്നിനും പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ തരുന്ന സങ്കടം അത് അതിനേക്കാൾ വലുതാണ്. എന്തിനാണ് നമ്മൾ ഈ പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ച് ഇത്ര ഗൗരവമായിട്ട് സംസാരിക്കുന്നത്? ഇത് വെറുതെ നിങ്ങളുടെ ഇൻകത്തെ പറ്റി മാത്രമുള്ളതല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റീനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തേത് പീസ് ഓഫ് മൈൻഡ് ആണ്, സമാധാനമുള്ള ജീവിതം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവാറുള്ളത്? കയ്യിൽ പൈസ ഇല്ലാതെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ, പെട്ടെന്നുണ്ടാവുന്ന ഹോസ്പിറ്റൽ കേസിൽ, ബില്ല് പേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ. ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷന്റെ ഏറ്റവും വലിയ റീസൺ അത് പൈസ ഇല്ലായ്മ തന്നെയാണ്, അല്ലെങ്കിൽ പൈസ ശരിയായി ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ തന്നെയാണ്. പ്രോപ്പറായിട്ട് ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ എന്ത് സിറ്റുവേഷൻ വന്നാലും ശരിയായ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതാണ്. എന്ത് അത്യാവശ്യം വന്നാലും മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ല എന്ന് പറയുന്ന ആത്മവിശ്വാസം നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും തരുന്ന സന്തോഷവും സമാധാനവും അത് വളരെ വലിയ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം കടക്കിണി എന്ന് പറയുന്ന വലിയൊരു ട്രാപ്പാണ്. ഇന്ന് നമ്മുടെ ചുറ്റിലും നോക്കിയാൽ കാണാം, എല്ലാ ആൾക്കാരും ഒരു EMI ട്രാപ്പിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഫോൺ വാങ്ങാൻ ലോൺ, കാറ് വാങ്ങാൻ ലോൺ, വീട് പണിയാൻ ലോൺ, എന്തിനധികം കല്യാണം കഴിക്കാൻ വരെ ഇന്ന് ലോണാണ്. ഒട്ടുമിക്ക ബാങ്കുകളും ഫൈനാൻസ് കമ്പനികളും നമുക്ക് ലോൺ തരാനായിട്ട് റെഡി ആയിരിക്കും. പക്ഷെ നമ്മൾ പോലും അറിയാതെ വലിയൊരു ട്രാപ്പിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നിങ്ങളൊരു ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാവിയിലെ വരുമാനത്തെയാണ് നിങ്ങളവിടെ പണയം വെക്കാൻ പോകുന്നത്. അതായത് അടുത്ത 5 വർഷം നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ വേണ്ടിയല്ല, പകരം ആ ബാങ്കിന് വേണ്ടിയായിരിക്കും. ശരിയായ രീതിയിൽ പേഴ്സണൽ ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏത് ലോൺ എടുക്കണം, ഏത് സിറ്റുവേഷനിൽ ലോൺ എടുക്കണം, എങ്ങനെ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റും. കടമില്ലാത്തൊരു ജീവിതം തരുന്ന സ്വാതന്ത്ര്യം അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. മൂന്നാമത്തേത് റിട്ടയർമെന്റ് ലൈഫാണ്. നമ്മുടെ നാട്ടിലുള്ള വലിയൊരു പ്രശ്നമാണ്. 56-60 വയസ്സ് വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ കിട്ടിയ പൈസ മൊത്തം മക്കളെ പഠിപ്പിക്കാനും അവരുടെ കല്യാണത്തിനും വീട് പണിയാനും ചെലവാക്കിയിട്ടുണ്ടായിരിക്കും. അവസാനം വയസ്സുകാലത്ത് മരുന്നിന് വേണ്ടി പോലും മക്കളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇത് ആക്ച്വലി മാറേണ്ട ടൈമായി. നമ്മുടെ 20s-ലും 30s-ലും നമ്മൾ പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ നമ്മുടെ 50s-ലും 60s-ലും പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന സിറ്റുവേഷൻ വരണം. നിങ്ങളുടെ സേവിങ്സ് ഒരു മരം പോലെ വളർന്ന് നിങ്ങൾക്ക് തണൽ തരണം. അങ്ങനെ ആ സമയത്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന സമയത്ത് ഡിസിപ്ലിനോട് കൂടി അതിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയണം. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ. എനിക്കിപ്പോൾ 25,000 രൂപയല്ലേ ശമ്പളം കിട്ടുന്നുള്ളൂ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് കടമൊക്കെ വരുന്നത്. നാളെ ഒരു 50,000 രൂപ ശമ്പളം കിട്ടി തുടങ്ങിയ ഇതെല്ലാം ശരിയാവും. ഇതാണ് ആക്ച്വലി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ സത്യം അതല്ല. ശമ്പളം 25,000-ൽ നിന്ന് 50,000-ലേക്ക് ആകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ലൈഫ് സ്റ്റൈലും അതിനനുസരിച്ച് മാറും. പഴയ ഫോൺ മാറ്റി ഐഫോൺ ആക്കും, ബൈക്ക് മാറ്റി കാർ ആക്കും. ഇങ്ങനെ കിട്ടിയ ഇൻകത്തിനനുസരിച്ച് നമ്മുടെ ചെലവുകളും അതേപോലെ തന്നെ അവിടെ കൂടും. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 പേര്, ഒരാൾക്ക് ഏകദേശം 1 ലക്ഷം രൂപയാണ് ശമ്പളം കിട്ടുന്നത്. പക്ഷെ ഇയാളുടെ ചെലവ് ഏകദേശം 1,05,000 രൂപയോളം വരും. അതായത് 5,000 രൂപ എല്ലാ മാസവും ഇയാൾ കടം വാങ്ങിയിട്ടാണ് മാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ രണ്ടാമത്തെ ആൾക്ക് 30,000 രൂപയെ ശമ്പളമുള്ളൂ. എന്നാൽ ഇയാളുടെ മൊത്തം ചെലവും 25,000 രൂപയിൽ ഒതുക്കാണ്. അതായത് ഏകദേശം 5,000 രൂപ എല്ലാ മാസവും ഇയാൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ 2 പേരിൽ ആക്ച്വലി ആരാണ് ശരിക്കും ധനികനായിട്ടുള്ളത്?
തീർച്ചയായിട്ടും ആ 30,000 രൂപ ശമ്പളം കിട്ടുന്ന ആൾ തന്നെയാണ്. കാരണം എത്ര രൂപ സമ്പാദിക്കുന്നു എന്നതിലുപരി എത്ര രൂപ നിലനിർത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ വലിയൊരു ബക്കറ്റിലേക്ക് വെള്ളം നിറയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ബക്കറ്റിന് താഴെ വലിയൊരു ഹോൾ ഉണ്ടെങ്കിൽ എത്ര സ്പീഡിൽ നിങ്ങൾ വെള്ളം അതിലേക്ക് ഒഴിച്ചാലും അത് ഒരിക്കലും നിറയാൻ പോകുന്നില്ല. ഈ ഹോൾ അടയ്ക്കുക എന്നുള്ളതാണ് പേഴ്സണൽ ഫൈനാൻസിന്റെ ആദ്യത്തെ ലക്ഷ്യം. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ പേഴ്സണൽ ഫൈനാൻസിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത്? പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി ചിന്തിക്കാത്തൊരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് കിട്ടുന്ന വരുമാനത്തെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബഡ്ജറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിംഗ് കോൺസെപ്റ്റ് ആണ് 50-30-20 എന്ന് പറയുന്ന റൂള്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തെ നിങ്ങൾ 3 ബോക്സുകളിലേക്കായിട്ട് മാറ്റി വെക്കുകയാണ്. ഒന്നാമത്തെ ബോക്സിൽ ഏകദേശം 50% പൈസ നിങ്ങൾ മാറ്റി വെക്കുകയാണ്. ഈ പൈസ നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയാണ്, അതായത് അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെലവാക്കേണ്ടത്. അതായത് നിങ്ങളുടെ വീടിന്റെ വാടക, ഭക്ഷണം, പലചരക്ക് സാധനങ്ങളുടെ പൈസ, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഇങ്ങനെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ചെലവുകളാണ് ഈ നീഡ്സ് അഥവാ അത്യാവശ്യങ്ങൾ എന്ന രീതിയിൽ പറയുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങളെ അത്യാവശ്യങ്ങൾ എന്ന രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ഉദാഹരണത്തിന് ഓഫീസിലേക്ക് പോകാനായിട്ടൊരു വണ്ടി വേണം എന്നുള്ളത് ആവശ്യമാണ്. എന്നാൽ അതൊരു ലക്ഷറി കാർ തന്നെ വേണം എന്ന് പറയുന്നതൊരു ആഗ്രഹമാണ്. ഈ 50%-നുള്ളിൽ നിങ്ങളുടെ അത്യാവശ്യങ്ങൾ ഒതുങ്ങുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ബോക്സിൽ നിങ്ങളുടെ വരുമാനത്തിന്റെ 30% നിങ്ങൾ മാറ്റിവെക്കണം. ഈ പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെലവാക്കാം. പല ഫൈനാൻസ് ഗുരുക്കളും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചായ കുടിക്കുന്നിടത്ത്, സിനിമ കാണുന്നിടത്ത്, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സമ്പന്നനാവാൻ പറ്റൂ എന്നൊക്കെ. എന്നാൽ എനിക്ക് പറയാനുള്ളത് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എൻജോയ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വരുമാനത്തിന്റെ ഈ 30% നിങ്ങൾ മാറ്റിവെക്കുന്നത്. പുറത്തുനിന്ന് ഭക്ഷണത്തിനായിക്കോട്ടെ, ട്രാവലിങ്ങിനായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ട പുതിയ ട്രെൻഡിങ് ഡ്രസ്സ് വാങ്ങാനായിക്കോട്ടെ, ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നും ഈ പൈസയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ചെലവാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കുറ്റബോധം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന പൈസയാണ് നിങ്ങളിവിടെ ചെലവാക്കുന്നുള്ളൂ. പക്ഷേ ഈ ആഗ്രഹങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇൻകത്തിന്റെ 30%-ൽ കൂടാൻ പാടില്ല. മൂന്നാമത്തെ ബോക്സിൽ നിങ്ങളുടെ ഇൻകത്തിന്റെ 20% മാറ്റിവെക്കണം. ഇതാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള പൈസ. നിങ്ങളുടെ തന്നെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത് ഈ പൈസ ആയിരിക്കും. എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാൻ, നിങ്ങളുടെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ മറ്റ് ഗോൾസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തെ ഈ രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ലൈഫ് സന്തോഷകരമായി ജീവിക്കാമെന്ന് മാത്രമല്ല, നാളത്തെ ലൈഫ് സെക്യൂർ ആയിട്ട് മാറ്റാനും പറ്റും. ഞാൻ ഇവിടെ പറഞ്ഞ ഈ 50-30-20 എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഇത് എല്ലാവർക്കും അതേപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് കഴിയണമെന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻ അനുസരിച്ച് ഇതിനെ മാറ്റി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ടിപ്പും കൂടി തരാം. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 5,000 രൂപ എല്ലാ മാസവും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനിലോട്ട് SIP പ്ലാൻ എനേബിൾ ചെയ്ത് ഓട്ടോ പേ എനേബിൾ ചെയ്താൽ എല്ലാ മാസവും നിങ്ങൾ പറയുന്ന ദിവസം ഇങ്ങനെ ഈ പൈസ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ആയിക്കോളും. അതായത് നിങ്ങൾ പോലും അറിയാതെ, നിങ്ങൾ മറന്നുപോയാൽ കൂടി നിങ്ങളുടെ പൈസ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടെ ഇൻവെസ്റ്റഡ് ആയിക്കോളും. ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞത് പൈസ എങ്ങനെ ചെലവാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇനി പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ഉറങ്ങാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് അത് എമർജൻസി ഫണ്ടാണ്. ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ വിചാരിച്ച പോലെ തന്നെ മുന്നോട്ട് പോകണം എന്നില്ല. അപ്രതീക്ഷിതമായിട്ട് നമ്മളുടെ ജോലി നമുക്ക് ഇല്ലാതാവാം, ചെയ്യുന്ന ബിസിനസ്സിൽ നഷ്ടം വന്നേക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ഹോസ്പിറ്റൽ കേസുകൾ വരാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിൽ പല ആൾക്കാരും ചെയ്യുന്നത് കയ്യിലുള്ള സ്വർണം പണയം വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലേഡ് കമ്പനിയിൽ പോയിട്ട് പലിശയ്ക്ക് പൈസ എടുക്കുകയോ ആയിരിക്കും. നമ്മളുടെ തന്നെ ഭാവിനെ നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇതെല്ലാം. ഇവിടെയാണ് ആക്ച്വലി എമർജൻസി ഫണ്ടിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇതൊരു ഇൻഷുറൻസ് അല്ല, പക്ഷേ നമുക്ക് നാളെ എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലവാക്കാനുള്ള റെഡി ക്യാഷ് ആണ് എമർജൻസി ഫണ്ട്. ചുരുങ്ങിയത് നിങ്ങളുടെ അടുത്ത 6 മാസത്തെ ചെലവിനുള്ള പൈസ ഇങ്ങനെ എമർജൻസി ഫണ്ടായിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത് വെക്കേണ്ടതാണ്. നിങ്ങളുടെ ഒരു മാസത്തെ ചെലവ് എന്ന് പറയുന്നത് 50,000 രൂപയാണെങ്കിൽ എമർജൻസി ഫണ്ടായിട്ട് ഏകദേശം 3 ലക്ഷം രൂപ നിങ്ങൾ മാറ്റിവെക്കേണ്ടതാണ്. ഇത് എവിടെയാണ് നിങ്ങൾ മാറ്റിവെക്കേണ്ടത്? ഇതൊരിക്കലും ഷെയർ മാർക്കറ്റിലോട്ടോ റിയൽ എസ്റ്റേറ്റിലോട്ടോ അല്ല മാറ്റിവെക്കേണ്ടത്.
നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഈ പൈസ ഉണ്ടാവേണ്ടത്. ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിലേക്കോ ഈ പൈസ നിങ്ങൾക്ക് മാറ്റിവെക്കാം. ഇങ്ങനൊരു എമർജൻസി ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഒട്ടുമിക്ക എല്ലാ അൺസർട്ടൈനിറ്റീസിലും നിങ്ങൾ അത് സംരക്ഷിക്കും. ഇനി എന്താണ് ആക്ച്വലി ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്? പലരും വിചാരിക്കുന്നത് ഒരുപാട് കോടിക്കണക്കിന് പൈസ സമ്പാദിക്കലാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാണ്. എന്നാൽ അതല്ല സത്യം. പണത്തെക്കുറിച്ച് പേടിക്കാതെ, പണത്തിൻ്റെതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം ജീവിക്കുന്ന സിറ്റുവേഷനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇത് പക്ഷെ എങ്ങനെയാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്? ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള മൾട്ടിപ്പിൾ സ്റ്റെപ്പുകളാണ്. ഇതിന്റെ കൂടെ നിങ്ങളുടെ പൈസയെ വളർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ പണത്തിന് വേണ്ടി പണിയെടുക്കുന്നത് നിർത്തി പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നതിലേക്ക് നിങ്ങൾ മാറ്റണം. അതായത് നിങ്ങളുടെ പൈസയെ ശരിയായ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ട്സും സ്റ്റോക്സും ലോങ് ടേമിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് പോലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് റെന്റൽ ഇൻകം പോലെ സ്ഥിര വരുമാനം നേടാൻ കഴിയുന്നതാണ്. മാർക്കറ്റ് ഇടിയുന്ന സിറ്റുവേഷനിലും ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ ഗോൾഡിനെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പൈസയെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അതിനനുയോജ്യമായിട്ടുള്ള അസറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പൈസ അവിടെ വളർന്നുകൊണ്ടേയിരിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. 25 വയസ്സുള്ള ഒരാള് 5000 രൂപ വീതം ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഏകദേശം 12% റിട്ടേൺസ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാണ്. 55 വയസ്സാകുമ്പോൾ, അതായത് ഏകദേശം 30 വർഷം കഴിയുമ്പോൾ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഏകദേശം 18 ലക്ഷം രൂപയാണ്. എന്നാൽ അയാളുടെ കയ്യിൽ ഉണ്ടാവുന്നത് ഏകദേശം 1.5 കോടി രൂപയാണ്. 18 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ 1.5 കോടി രൂപയാക്കാനായിട്ട് കഴിഞ്ഞു. ബാക്കി തുക അത്രയും പലിശയ്ക്ക് മേലെ പലിശയായിട്ട് വളർന്നുകൊണ്ടേയിരുന്നു. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സമയമാണ്. നിങ്ങൾ എത്രയും നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും വലിയ തുക അവസാനം നിങ്ങൾക്ക് നേടാൻ കഴിയും. ഇൻകം ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാതെ, ഇൻഷുറൻസ് ഒന്നും തന്നെ ഇല്ലാതെ, ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാതെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്നത് വലിയ കണക്കുകളോ ഇക്കണോമിക്സോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് നിങ്ങളുടെ ശീലങ്ങളാണ്. നിങ്ങൾ മാസം 10,000 രൂപ സമ്പാദിക്കുന്ന ആളാണെങ്കിലും 1 ലക്ഷം രൂപ സമ്പാദിക്കുന്ന ആളാണെങ്കിലും ഈ പറഞ്ഞ ശീലങ്ങൾ ശീലിച്ചാൽ മാത്രമേ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുള്ളൂ. ഇന്ന് നിങ്ങൾ മാറ്റിവെക്കുന്ന ഓരോ രൂപയും നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ പോകുന്ന വലിയൊരു നിക്ഷേപത്തിന്റെ ആദ്യ പടിയാണ്. നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ടാസ്ക് ഞാൻ തരാം. നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ എല്ലാ ചെലവുകളും ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിനെ നമ്മളിപ്പോ പറഞ്ഞ പോലെ നീഡ്സിനും വാണ്ട്സിനും സേവിങ്സിനും വേണ്ടി ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. അനാവശ്യമായിട്ട് എവിടേക്കാണ് നിങ്ങൾ പൈസ ചെലവാക്കുന്നതെന്ന് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത പ്രാവശ്യം മുതൽ ഈ അനാവശ്യ ചെലവുകളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട പൈസ അവിടെ നിന്ന് തന്നെ കിട്ടും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.